പറയുന്ന ആൾക്കാരെയാണ് ഇഷ്ടം. ഈ കാശൊക്കെ ഓരോ കാര്യങ്ങൾക്ക് ചെലവാക്കിക്കോ എന്ന് പറയുന്ന ആൾക്കാരെയാണോ? എടോ, അത് കുറേശ്ശെ പറ്റുന്ന രീതിയിൽ സേവ് ചെയ്ത് നോക്ക് എന്ന് പറയുന്നവരെയാണോ? എന്തെങ്കിലും ഒരു സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അവർ കാശ് കൊടുത്തോളും എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരിൽ പെടുന്നവരാണോ നിങ്ങൾ? കുറെ കഴിയുമ്പോഴത്തേക്കും ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് പതിയെ മടുത്തു തുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാവും അല്ലെ? ഇങ്ങനെ നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള മനുഷ്യരാണ് ഉള്ളതെന്ന് പറയാം. ഈ 2 തരത്തിലുള്ള മനുഷ്യരെ ഏറ്റവും മനോഹരമായിട്ട് റേ കൊഫാർട്ട് എന്ന് പറയുന്ന എമിനന്റ് പേഴ്സണാലിറ്റി വളരെ സിമ്പിൾ ആയിട്ട് നിർവചിച്ചിട്ടുണ്ട്. ഈ 2 തരത്തിലുള്ള മനുഷ്യർ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ വിജയം താങ്ങാനാവാതെ അല്ലെങ്കിൽ നമ്മൾ വിജയിക്കുമോ എന്ന് ഉള്ളില് ഭയം കൊണ്ട് നടക്കുന്നവരായിരിക്കും. പുറമേ അവർ നമ്മളെ ഒരുപാട് എൻകറേജ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നിയാലും അവരുടെ ഉള്ളില് നമ്മൾ എപ്പോഴും പരാജയത്തിലേക്ക് കൂപ്പുകൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇനി രണ്ടാമത്തെ വിഭാഗക്കാര് സ്വയം എപ്പോഴും പരാജിതരായിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. അവർ ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും പരാജയത്തിലേക്കാണ് പോകുന്നത്. അവർ പൊതുവെ സ്വയം ശ്രമിക്കാനായിട്ട് ഭയപ്പെടുന്നവരുടെ കാറ്റഗറിയിൽ വരുന്നവരാണ്. അവർക്ക് എന്ത് കാര്യം ചെയ്യാനും ആ ഒരു കോൺഫിഡന്റ് ഇല്ലായ്മ എപ്പോഴും കാണാൻ സാധിക്കും. ഒന്നും അങ്ങോട്ട് ചെയ്യാനുള്ള ഒരു മനസ്സേ അവർക്ക് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ കൂടുന്ന എല്ലാവരെയും അവർ ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളോട്ട് വിജയിക്കുന്നത് അവർക്ക് താങ്ങാനും പറ്റാത്തവരുമായിരിക്കും. ഈ 2 കാറ്റഗറിയിലുള്ള മനുഷ്യരെ നമ്മൾ തിരിച്ചറിഞ്ഞ് വളരെ വ്യക്തമായിട്ടൊരു പ്ലാനോട് കൂടി മുന്നോട്ട് പോകാൻ നമ്മൾ പഠിച്ചാലേ നമുക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനും നേടിയെടുക്കാനും മനോഹരമായ ഒരു പൊസിഷനിലേക്ക് വളരാനും ഒക്കെ സാധിക്കുള്ളൂ. നിങ്ങളുടെ മടി പൂർണ്ണമായിട്ട് മാറ്റുന്ന, നിങ്ങളുടെ മടിയെ എടുത്തു കളഞ്ഞ് വന്ന് സധൈര്യം ഓരോ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യൂ അല്ലെങ്കിൽ ട്രൈ ചെയ്യൂ എന്ന് നിങ്ങളെ പറഞ്ഞ് നിങ്ങളെ മാറ്റി മറിക്കാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന മനുഷ്യരെ വേണം നിങ്ങൾ എപ്പോഴും കൂടെ ചേർക്കാനുള്ളത്. അവരോടൊപ്പം ആവട്ടെ നിങ്ങളുടെ യാത്ര. ഏറ്റവും മനോഹരമായിട്ടുള്ള അത്തരം യാത്ര കൂടി നിങ്ങൾക്ക് ആസ്വദിക്കണ്ടേ? ഒരിക്കലും മുന്നോട്ട് വരാനായിട്ട് ഒരു തരത്തിലുള്ള സാഹചര്യം തരാത്ത മനുഷ്യരെ ലൈഫിൽ നിന്ന് കളയാനും നിങ്ങൾ പഠിക്കുന്നിടത്താണ് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം നേരാണ്. മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.